മണ്ഡലപൂജയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ സുരക്ഷയും നിയന്ത്രണങ്ങളും കടുപ്പിക്കുകയാണ്. ഭക്തജനങ്ങളുടെ എണ്ണത്തിലെ വർധന കണക്കിലെടുത്താണ് നീക്കം. മരക്കൂട്ടം, ശരംകുത്തി എന്നിവിടങ്ങളിൽ ആളുകളെ കയറ്റിവിടുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. മണ്ഡലപൂജ, തങ്കയങ്കി ദീപാരാധന എന്നിവയ്ക്ക് പുറമെ സ്കൂൾ അവധിക്കാലം കൂടി ആയതോടെ കൂടുതൽ ഭക്തർ മല കയറുമെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യം കണക്കിലെടുത്താണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്കുള്ള വഴികൾ എല്ലായ്പ്പോഴും തുറന്നിടുകയും നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യും. പമ്പയിലുള്ള NDRFന്റെ സ്ട്രക്ചർ സംഘത്തെ സന്നിധാനത്ത് നിയോഗിക്കും. നടപ്പന്തലിൽ വയോജനങ്ങൾക്കും കുട്ടികൾക്കുമായുള്ള പ്രത്യേക വരി വ്യക്തമാക്കുന്ന ബോർഡ് പുനഃസ്ഥാപിക്കും. നടപ്പന്തലിലേക്ക് പ്രവേശിക്കുന്ന ഇറക്കത്തിൽ കൂട്ടമായി തീർത്ഥാടകരെ കടത്തിവിടുമ്പോൾ സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം പോലീസ് ഉറപ്പാക്കും. വരികളിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ ഇല്ലെന്നും ഉറപ്പാക്കും. പുറത്തേക്കുള്ള വഴികളുടെ എണ്ണം കൂട്ടാനുമാണ് തീരുമാനം. ശബരിമലയിലെ തിരക്ക് വളരെയധികം കൂടുകയാണ്. സ്പോട്ട് ബുക്കിംഗിൽ ഉണ്ടായ വർധനമാണ് പ്രധാന കാരണം. നമുക്ക് വെർച്വൽ ക്യൂ നമ്മൾ 70,000 നിജപ്പെടുത്തിയിട്ടു. സ്പോട്ട് ബുക്കിംഗ് 10,000 കഴിഞ്ഞ് 16,000 കഴിഞ്ഞ് ഇന്നലെ ആദ്യമായിട്ട് 22,000 ദിവസം. അധിക നിയന്ത്രണം ഒന്നും ഇല്ലാതെ തന്നെ ഒരു ഭക്തന് പോലും പരാതിയില്ലാതെ എല്ലാവർക്കും സുഖദർശനം കിട്ടുന്ന കാര്യത്തില് സമ്പൂർണമായ വിജയമായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷം. 25,000-ഓളം പേരാണ് പ്രതിദിനം സ്പോട്ട് ബുക്കിംഗിലൂടെ മല കയറുന്നത്. ആയതിനാൽ ബുക്കിംഗിനുള്ള കൗണ്ടറുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കും. തങ്കഅങ്കി എത്തുന്ന 25-ന് ഉച്ചയ്ക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും ഭക്തരെ കയറ്റിവിടുന്നതിൽ നിയന്ത്രണമുണ്ടാകും. അടുത്ത ദിവസം ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ന്യൂസ് മലയാളം, സന്നിധാനം.